നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് മത്സര പരീക്ഷകൾ ആവർത്തിക്കുന്ന ചോദ്യോത്തരങ്ങൾ പാർട്ട് 8. മാട്ടുപ്പെട്ടിയിലെ കന്നുകാലി ഗവേഷണ കേന്ദ്രവുമായി സഹകരിക്കുന്ന രാജ്യം സ്വിറ്റ്സർലാൻഡ്. മൗ മൗ ലഹള നടന്ന രാജ്യം കെനിയ. ഭാഷാ അടിസ്ഥാനത്തിൽ കേരള സംസ്ഥാനം നിലവിൽ വന്ന വർഷം 1956. ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശ്. ബുദ്ധൻ ചിരിക്കുന്നു എന്ന രഹസ്യനാമം ബന്ധപ്പെട്ടിരിക്കുന്നത് അണുപരീക്ഷണം. അഗ്നിപർവ്വതങ്ങൾ ഇല്ലാത്ത ഭൂഖണ്ഡം വടക്കേ അമേരിക്ക. സാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ദ്രാവകം മെർക്കുറി. വായുവിൽ പുകയുകയും ഇരുട്ടത്ത് മിന്നുകയും ചെയ്യുന്ന ഒരു മൂലകം മഞ്ഞ ഫോസ്ഫറസ്. ബ്ലീച്ചിങ് പൗഡറിന് ഏത് വാതകത്തിൻ്റെ മണമാണ് ഉള്ളത്? ക്ലോറിൻ. മദ്യദുരന്തത്തിന് കാരണമാകാറുള്ള ഒരു വിഷവസ്തു മെഥനോൾ. മലിനമായ കുടിവെള്ളം വഴി പകരുന്ന ഒരു രോഗം കോളറ. ഓസോൺ പാളിക്ക് തേയ്മാനം വരുത്തുന്ന രാസവസ്തു ക്ലോറോ ഫ്ലൂറോ കാർബൺ. ചുവന്ന രക്താണുക്കളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ലോഹം ഇരുമ്പ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ. തീപ്പെട്ടിയുടെ വശങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു രാസവസ്തു ചുവന്ന ഫോസ്ഫറസ്. പഞ്ചസാര തന്മാത്രയിൽ അടങ്ങിയിട്ടില്ലാത്ത മൂലകം നൈട്രജൻ. മിന്നൽ ഉണ്ടാകുന്നതിൻ്റെ ഫലമായി മണ്ണിൽ എത്തിച്ചേരുന്ന ഒരു സസ്യപോഷക മൂലകം നൈട്രജൻ. മിന്നാമിനുങ്ങിൻ്റെ ശരീരത്തിൽ നിന്നും പ്രകാശം പുറപ്പെടുന്നതിന് കാരണമാകുന്ന രാസവസ്തു ലൂസിഫറിൻ. രക്തത്തിൻ്റെ ഓക്സിജൻ വാഹക ശേഷിയെ തടസ്സപ്പെടുത്തുന്ന മലിനീകാരി കാർബൺ മോണോക്സൈഡ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്ന വാതകം നൈട്രജൻ. കടൽ ജലത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ലവണം സോഡിയം ക്ലോറൈഡ്. വൈദ്യുത ഇസ്തിരിപ്പെട്ടിയുടെ ഹീറ്റിംഗ് കോയിൽ നിർമ്മിച്ചിരിക്കുന്നത് എന്തുപയോഗിച്ച്? നിക്രോ. 2 സജാതീയ ധ്രുവങ്ങൾ അടുത്ത് വരത്തക്കവിധം വച്ചാൽ നികർഷിക്കും. അൾട്രാസോണിക് ശബ്ദം പുറപ്പെടുവിക്കുന്ന ഒരു ജീവി വവ്വാൽ. മനുഷ്യവർഗങ്ങളെ പഠിക്കുന്ന പഠനശാഖ ആന്ത്രോപോളജി. ആഹാര നിർമ്മാണത്തിന് വേണ്ടി സസ്യങ്ങൾ ആഗീകരണം ചെയ്യുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. സൂര്യപ്രകാശം ഏൽക്കുന്നത് വഴി ശരീരത്തിൽ രൂപപ്പെടുന്ന ഒരു വിറ്റാമിൻ സി. ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം തെർമോമീറ്റർ. ബോഡോ മിശ്രിതം എന്നത് ഒരു കുമിൾ നാശിനിയാണ്. ടോർച്ചിലെ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്ന ദർപ്പണം കോൺകേവ് ദർപ്പണം. ഇലക്ട്രിക് ബൾബിൽ നടക്കുന്ന ഊർജ്ജമാറ്റം താപോർജ്ജം പ്രകാശോർജ്ജമായി മാറുന്നു. ബുക്കർ സമ്മാനം നേടിയ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് രചയിതാര്? അരുന്ധതി റോയ്. കേരളത്തിൽ നിന്നുള്ള ലോക്സഭാ അംഗങ്ങളുടെ എണ്ണം 20. ഇന്നത്തെ ശ്രീലങ്കയുടെ പഴയ പേര് സിലോൺ. ഉദയസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്നത് ജപ്പാൻ. വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ അളവിൽ ഉള്ള വാതകം നൈട്രജൻ. ഇറാൻ്റെ തലസ്ഥാനം ടെഹ്റാൻ. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് എഴുത്തച്ഛൻ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവായി വിശേഷിപ്പിക്കുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെ. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നയിച്ച ധീരവനിത ഝാൻസി റാണി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് എ.ഒ. ഹ്യൂം. ഭൂദാന പ്രസ്ഥാനം നയിച്ചത് വിനോബ ഭാവെ. ചിൽക്ക തടാകം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ്? ഒഡീഷ. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ദാമോദർ. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി കാവേരി. വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് ഹിപ്പോക്രാറ്റസ്. ഭൂമിയിലെ ഏറ്റവും വലിയ ജീവി നീലത്തിമിംഗലം. ശുദ്ധമായ സ്വർണം എത്ര ക്യാരറ്റ്? 24. പ്രകാശ് പദുക്കോൺ ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബാഡ്മിൻ്റൺ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി സുചേത കൃപലാനി. കൗരവരുടെ ഒരേ ഒരു സഹോദരി ദുശ്ശള.
ഗുരുദക്ഷിണയായി സ്വന്തം പെരുവിരൽ ദ്രോണാചാര്യർക്ക് മുറിച്ചു കൊടുത്ത ബാലൻ്റെ പേര് ഏകലവ്യൻ. കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS. ഇന്ത്യൻ രാഷ്ട്രപതിയായ മലയാളി KR നാരായണൻ. സാരികൾക്ക് പേരുകേട്ട കാഞ്ചീപുരം ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്. ടെസ്റ്റ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ലാല അമർനാഥ്. ചന്ദ്രനിൽ നിന്നും ഭൂമിയിലേക്ക് നോക്കിയാൽ കാണുന്ന ഏക മനുഷ്യനിർമ്മിത വസ്തു ചൈനയിലെ വൻമതിൽ. കാച്ചിക്കുറുക്കിയ കവിത എന്നറിയപ്പെടുന്ന കൃതികൾ ആരുടേത്? വൈലോപ്പിള്ളി ശ്രീധര മേനോൻ. വേവിച്ചാൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ C. ഗാന്ധിജിയുടെ ആത്മകഥ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ലോക ജനസംഖ്യാ ദിനം ജൂലൈ 11. PC കുട്ടിക്കൃഷ്ണൻ്റെ തൂലികാനാമം ഉറൂബ്. ഭരതനാട്യം ഏത് സംസ്ഥാനത്തിൻ്റെ കലാരൂപമാണ്? തമിഴ്നാട്. ഭരത് അവാർഡ് നേടിയ ആദ്യ മലയാളി PJ ആൻ്റണി. പാചകവാതകത്തിലെ പ്രധാന ഘടകം ബ്യൂട്ടേൻ. നൈട്രജൻ അടങ്ങിയ പോഷക ഘടകം മാംസ്യം. ആവിയന്ത്രം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ജെയിംസ് വാട്ട്. സൂര്യനിൽ നിന്നും നമുക്ക് നിരന്തരമായി ഊർജം ലഭിക്കാനുള്ള കാരണം ന്യൂക്ലിയർ ഫ്യൂഷൻ. എലിവിഷത്തിലുള്ള രാസപദാർത്ഥം സിങ്ക് ഫോസ്ഫൈഡ്. അത്യധികം താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനം ക്രയോജനിക്സ്. വളരെ ഉയർന്ന ഊഷ്മാവിൽ ദ്രവ്യം ഏത് അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു? പ്ലാസ്മ. കാന്തം ആകർഷിക്കുന്ന ഒരു ലോഹം നിക്കൽ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി തുടയെല്ല്. പഞ്ചസാരയുടെ ഒരു തന്മാത്രയിൽ എത്ര കാർബൺ ആറ്റങ്ങൾ ഉണ്ട്? 6. ആസിഡും ആൽക്കലിയും ചേർന്ന് ലവണവും ജലവും ലഭിക്കുന്ന പ്രവർത്തനം ന്യൂട്രലൈസേഷൻ. സാർവിക് ലായകം എന്നറിയപ്പെടുന്നത് ജലം. എല്ലാ വർണ്ണങ്ങളെയും ആഗിരണം ചെയ്യുന്ന വസ്തു കാണപ്പെടുന്നത് ഏത് നിറത്തിൽ? കറുപ്പ്. കമ്പ്യൂട്ടർ ടെലിഫോണുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഘടകം മോഡം. നമ്മുടെ കണ്ണിന് കാഴ്ചശക്തി നൽകുന്ന ജീവകം A. വൈദ്യുത ബൾബിലെ ഫിലമെൻറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ടങ്സ്റ്റൺ. മനുഷ്യൻ്റെ പുംബീജവും സ്ത്രീബീജവും സംയോജിച്ചുണ്ടാകുന്ന സിക്താഖണ്ഡത്തിൽ എത്ര ക്രോമസോമുകൾ ഉണ്ടായിരിക്കും? 46. സോപ്പ് കുമിള സൂര്യപ്രകാശത്തിൽ നിറമുള്ളതായി തോന്നുന്നതിന് കാരണം ഇൻ്റർഫറൻസ്. B രക്തഗ്രൂപ്പ് ഉള്ളയാൾക്ക് സ്വീകരിക്കാവുന്ന രക്തഗ്രൂപ്പുകൾ BO. ലാഫിംഗ് ഗ്യാസ് എന്നറിയപ്പെടുന്ന വാതകം നൈട്രസ് ഓക്സൈഡ്. ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈന. ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം 1951. ഇന്ത്യയുടെ ആദ്യ മുസ്ലിം രാഷ്ട്രപതി സക്കീർ ഹുസൈൻ. ലോകത്തിൽ ഏറ്റവും പഴക്കം ചെന്ന തേക്കിൻ തോട്ടം കേരളത്തിലെ ഏത് ജില്ലയിലാണ്? മലപ്പുറം. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം എന്നറിയപ്പെടുന്നത് ഹോക്കി. ദേശീയ ശാസ്ത്രദിനം ഫെബ്രുവരി 28. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924. കലിംഗ യുദ്ധത്തിൽ മനംനൊന്ത് ബുദ്ധമതം സ്വീകരിച്ച ചക്രവർത്തി അശോകൻ. ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം കാലടി. ആധുനിക തിരുവിതാംകൂറിൻ്റെ സൃഷ്ടാവ് മാർത്താണ്ഡവർമ്മ. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറഞ്ഞ മഹത് വ്യക്തി മഹാത്മാഗാന്ധി. ഇന്ത്യയിൽ വന്ന ആദ്യ വിദേശികൾ പോർച്ചുഗീസുകാർ. ബംഗാൾ വിഭജിച്ച ഭരണാധികാരി കഴ്സൺ പ്രഭു. റിക്ടർ സ്കെയിലിൽ എന്താണ് അളക്കുന്നത്? ഭൂകമ്പം. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.